ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദിനം പ്രതി നമ്മൾ കാണുന്ന ഒരു വാർത്തയാണ്. ഇ ഡി അറ്റാച്ച് ചെയ്തു, കള്ളപ്പണം അറ്റാച്ച് ചെയ്തു, ഇ ഡി ഇന്ന് അവരുടെ ഇത്ര കോടി അറ്റാച്ച് ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ. അപ്പോൾ ഈ ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷമാണ്, അതിന് മുന്നത്തെ 10 വർഷത്തിനേക്കാൾ കൂടുതൽ തുക അറ്റാച്ച് ചെയ്തത്. അത് UPA വേഴ്സസ് അല്ലെ NDA എന്ന് പറഞ്ഞിട്ട് NDA ഗവൺമെൻറ് അതൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മൾ പല ഡാറ്റകളും അവർ ചെയ്യാറുണ്ട്. UPയുടെ കാലത്ത്, UPയുടെ 10 വർഷത്തെ ഭരണത്തിൽ ഇങ്ങനെയായിരുന്നു, NDAയുടെ 10 വർഷത്തെ ഭരണത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടുതൽ തുക അറ്റാച്ച് ചെയ്തതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് സാധാരണ നമുക്കൊക്കെ അറിയാം, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം ചിന്തിക്കേണ്ട എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരു സംഭവത്തിൽ നിന്ന് പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് കിട്ടിയിട്ടില്ല, ആർക്കും തന്നെ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊൽക്കത്ത PMLA കോർട്ടിൽ നിന്ന് ഒരു സുപ്രധാനമായ വിധിയുണ്ടായി. ആ ഒരു വിധി എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അതിനെ ചുവട് പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെയുള്ള ഫ്രോഡ് നടത്തിയിട്ട് പോൺസി സ്കീം തന്നെയായിരുന്നു അതൊരു ചിറ്റ് ഫണ്ടായിരുന്നു. പോൺസി സ്കീം മാതൃകയിലുള്ള ഒരു ചിറ്റ് ഫണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിക്ഷേപിച്ച ആൾക്കാർക്ക് പണം തിരികെ കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. 12 കോടിയാണ്. 22 ലക്ഷത്തോളം സാധാരണക്കാർക്ക് പണം തിരികെ കൊടുക്കാനുള്ള ഉത്തരവ് ആ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് തത്വത്തിൽ എനിക്ക് തോന്നുന്നു EDയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സ്കാം, ഇത്തരത്തിലുള്ള തട്ടിപ്പ് കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന, അറിയാതെ പെട്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള തീരുമാനം കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഉണ്ടായതിൻ്റെ ചൂട് പിടിച്ചായിരിക്കാം ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നമ്മളൊക്കെ അധിക പേരും അറിയാത്തൊരു കാര്യമുണ്ട്. നമുക്കൊക്കെ അറിയാം, വിജയ് മല്യ അല്ലെങ്കിൽ നീരവ് മോദി, മെഹുൽ ചോസ്കി പോലെയുള്ള ആൾക്കാർ 10,000 കോടി രൂപ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് രാജ്യം വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ സ്വത്തുക്കളുണ്ട്, അല്ലെങ്കിൽ വിദേശത്തും ഇന്ത്യയിലൊക്കെ ആയിട്ടുള്ള സ്വത്തുക്കൾ ഉണ്ട് താനും. പക്ഷേങ്കിൽ അവർ 22,585.83 കോടിയാണ് ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന്, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിട്ട് രാജ്യം വിട്ടുപോയത്. 22,585.83 കോടി. അപ്പോൾ നമുക്ക് ഒരുപാട് രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടായതാണ്. ഇത്ര വലിയ കടം കൊടുത്തിട്ട് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നമ്മൾ സാധാരണക്കാർ ഒരു 10,000 രൂപ ബാങ്കുകളിൽ ഇതായി കഴിഞ്ഞാൽ ബാങ്കുകൾ നടപടിയെടുക്കുന്നു. ഇത്തരത്തിൽ പറ്റിച്ചു പോയ ആൾക്കാരെ ഒന്നും എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഇതിന് ഈ ഇത്തരത്തിലുള്ള ഒരു ന്യൂസിന് മറുഭാഗം കൂടിയുണ്ട്. നമ്മുടെ ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ ആൾക്കാരെ അല്ലെങ്കിൽ ബാങ്കുകളിൽ പറ്റിച്ചു പോയവരുടെ പണം പിടിച്ചെടുക്കുകയും അതത് ബാങ്കുകൾക്ക് തിരികെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടീസ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് 2022 ഏപ്രിൽ 30 ED തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടീസ് /അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ്: വിജയ് മല്യ, നീരവ് മോദി, മെഹുൽ ചോസ്കി എന്നിങ്ങനെയുള്ള ആൾക്കാർ പബ്ലിക് സെക്ടർ ബാങ്കുകളെ പറ്റിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 22,585.83 കോടി രൂപയാണ്. അപ്പോൾ CBIയും അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒക്കെ അന്വേഷണം നടത്തി ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ ആസ്തികൾ പിടിച്ചെടുക്കുക വഴി 19,312.20 കോടി രൂപ
ഈ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 22,000 ഇവരെ നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് 19,312.20 കോടി രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിടിച്ചെടുത്തതിൽ നിന്ന് 15,113.91 കോടി രൂപ അത് ഇതുപോലെയുള്ള ബാങ്കുകൾക്ക്, ഏത് ബാങ്കിനാണോ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആ നഷ്ടം വന്ന ബാങ്കുകൾക്ക് തിരികെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു തുക എന്ന് പറയുന്നത് 85% ഇവർക്ക് ഈ ബാങ്കുകൾക്ക് വന്നിരിക്കുന്ന കിട്ടാക്കടത്തിൻ്റെ 85% ഈ ഒരു തിരികെ കൊടുത്തിരിക്കുന്നത്. 22,000 ചില്ലായിരം കോടി രൂപ ലോൺ എടുക്കുകയും അപ്പോൾ ഇവരുടെ അസറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് 15,113 കോടി രൂപ തിരികെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ 85% ബാങ്കുകൾക്ക് തിരികെ ED കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഇവരുടെ മറ്റ് അസറ്റുകൾ പിടിച്ചെടുത്ത് അത് ലേലം ചെയ്തിട്ട് ഈ ബാങ്കുകളുടെ കൺസോർഷ്യം ഇവർക്ക് ഈട് വെച്ചിരിക്കുന്ന തുകയും മറ്റുമൊക്കെ ആയിട്ട് ഒരു 7,975 കോടി രൂപയും കൂടി അതിൽ നിന്ന് വസൂലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യമാണ് ആദ്യമായിട്ട് ഇവരുടെ നഷ്ടം നികത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ ഇത് പൊതുമേഖലാ ബാങ്കുകൾക്ക് ആണ് ഇത്തരത്തിൽ ED പണം തിരികെ കൊടുത്തിരുന്നതെങ്കിൽ അത് സാധാരണക്കാരിലേക്ക് എത്തുന്ന ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെയുള്ള വിധിയാണ് നമ്മുടെ ഹൈറിച്ച് തട്ടിപ്പിലും സാധാരണക്കാർക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്നാണ്. അതിനു വേണ്ടിയാണ് 420 സെക്ഷൻ 420 പ്രകാരം FIR ഇട്ടിട്ട് കേസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ബൈ.